ഹരേ ഗുരുവായൂരപ്പ ശരണം. എല്ലാവർക്കും പാർത്ഥസാരഥീയത്തിലേക്ക് സുസ്വാഗതം. ഒരിക്കൽ ശ്രീകൃഷ്ണ ദർശനത്തിനായി ദുർവാസാവു മുനി വ്രജത്തിലേക്ക് വന്നു. കാളിന്തിയുടെ ആ മനോഹരമായ ആ മണൽത്തിട്ടിൽ കൂട്ടുകാരുമൊത്തു കളിക്കുന്ന ഭഗവാനെ മഹർഷി കണ്ടു. ദേഹം മുഴുവൻ പൊടി പുരണ്ട മുടിയെല്ലാം അഴിഞ്ഞുലഞ്ഞും ദിഗംബരനായി മറ്റു കുട്ടികളോടൊത്ത് കളിക്കുന്ന ആ ശ്രീഹരിയെ കണ്ട് ദുർവാസാവു മുനി വിസ്മിതനായി തീർന്നു. അപ്പോൾ അദ്ദേഹം ചിന്തിച്ചു, ഇത് നന്ദഗോപൻ്റെ പുത്രൻ മാത്രമാണ്, പരാൽപരനായ ആ ശ്രീകൃഷ്ണ ഭഗവാനാവാൻ തരമില്ല. ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ദുർവാസാവു മുനിയുടെ മടിയിലേക്ക് ഭഗവാൻ ഓടി വന്നു കയറി. മുനിയുടെ മുഖത്തു നോക്കി ഒന്നുറക്കെ ചിരിച്ചു ഭഗവാൻ. ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഭഗവാന്റെ ആ ശ്വാസത്തോടുകൂടി മുനി ശ്രീകൃഷ്ണ ഭഗവാന്റെ ആ മൂക്കിനുള്ളിലേക്ക് കയറിപ്പോയി. അവിടെ വിജനമായ വനത്തോടു കൂടിയ മറ്റൊരു ലോകം കണ്ടു ഋഷി. പരിഭ്രമിച്ചുകൊണ്ട് നടക്കുന്ന മുനിയെ അപ്പോഴൊരു പെരുമ്പാമ്പ് വിഴുങ്ങി. ആ പാമ്പിൻ്റെ വയറ്റിനുള്ളിലാണെങ്കിൽ പല പല ലോകങ്ങൾ, ഗുഹകൾ, ദ്വീപുകൾ എന്നിവയെല്ലാം ദുർവാസാവു മുനിക്ക് കാണാറായി. ഒരു പർവ്വതത്തിൽ കയറി അദ്ദേഹം തൻ്റെ തപസ് തുടങ്ങി. അനേകം വർഷങ്ങൾക്കു ശേഷം നൈമിത്തിക പ്രളയം വന്ന് ഭൂമി സമുദ്രത്തിൽ ആണ്ടുപോയി. അതോടൊപ്പം ദുർവാസാവു മുനിയും പർവ്വതവുമെല്ലാം ആ വെള്ളത്തിൽ പെട്ടുപോയി. യുഗങ്ങളോളം വെള്ളത്തിൽ കിടന്നലഞ്ഞ മുനിക്ക് ഒന്നും തന്നെ ഓർമ്മയില്ലാതെയായി. പിന്നീട് വേറൊരു ബ്രഹ്മാണ്ഡം മുനി കണ്ടു. അവിടെയൊരു പർവ്വതവും, ആ പർവ്വതത്തിൻ്റെ മുകളിലേറി ദുർവാസാവു മുനി വീണ്ടും തൻ്റെ തപസ് തുടങ്ങി. നാലു പുറവും വെള്ളം തന്നെയാണ്. അങ്ങനെയിരിക്കെ വളരെ അകലെയായി ഒരു തീരപ്രദേശം മുനി കണ്ടു. അങ്ങനെ മുനി നീന്തി അക്കരെ പറ്റിയപ്പോൾ വൃന്ദാവനവും യമുനാ പുളിനവും വ്രജവുമെല്ലാം ദുർവാസാവു മുനിക്ക് കാണാറായി. അവിടെ ഒരു നികുഞ്ചത്തിനുള്ളിൽ പരിപൂർണതമനായ ശ്രീകൃഷ്ണ ഭഗവാനെ മുനി കണ്ടു. അദ്ദേഹം സ്തുതിച്ചു ഭഗവാനെ. പ്രസന്നനായ ഭഗവാൻ അപ്പോഴതാ ചിരിക്കുന്നു. ആ നിമിഷത്തിൽ മുനി ഭഗവാന്റെ മൂക്കിനുള്ളിലേക്ക് കയറിപ്പോയി. പുറത്തു വന്നപ്പോഴോ താൻ പഴയപടി അതാ യമുനാ പുളിനത്തിൻ്റെ ആ അരികത്തായിരിക്കുന്നു. തൻ്റെ മടിയിൽ ചേറുകൾ അണിഞ്ഞ ദിഗംബരനായ ശ്രീകൃഷ്ണൻ ഇരിക്കുന്നു. പരമാത്മാവായ ആ ഭഗവാൻ തന്നെയാണ് നന്ദനന്ദനൻ എന്ന രൂപത്തിൽ താൻ കാണുന്നതെന്ന് അതോടുകൂടി മുനിക്ക് ബോധ്യം വന്നു. ബദ്ധാഞ്ജലിയായി അദ്ദേഹം ഭഗവാനെ സ്തുതിച്ചു, കൈകൾ കൂപ്പി. എണ്ണമറ്റ ഭഗവാന്റെ കഥകളുണ്ട്. പക്ഷേ ഈ കഥകൾ വായിക്കുന്നവർ ജീവമുക്തരായി ഭവിക്കുന്നു. ഭക്തിയോടുകൂടി ആരാണോ ഇത് പാരായണം ചെയ്യുന്നത് അവരാരായാലും ശ്രീകൃഷ്ണ ഭഗവാൻ വിരാജിക്കുന്ന ആ ഗോലോകത്തെ പ്രാപിക്കുന്നു. വായിക്കുന്നവർ മാത്രമല്ല, ഈ ഗോലോകഖണ്ഡത്തെക്കുറിച്ച് കേൾക്കുന്നവരും തീർച്ചയായും ഭഗവാന്റെ ആ ഗോലോകത്തെ പ്രാപിക്കുന്നു.